യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപാട് കുട്ടികൾ എൻക്വയറി ചെയ്തത് റീഡിങ്ങും ലിസണിങ്ങും സ്കോർ പോയിട്ട് എവിടെയും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ റീഡിങ്ങിനും ലിസണിങ്ങിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ചെയ്ത് അവരെ പഠിപ്പിച്ച് പാസ്സാക്കുകയായിരുന്നു ഈ അടുത്ത മാസങ്ങളിലായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഏകദേശം 1 അല്ലെങ്കിൽ 2 മാസക്കാലം കൊണ്ട് നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ പരിഗണിച്ച് അവർക്കൊരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കി കൊടുത്താൽ ഈ 4 മൊഡ്യൂളും ഒന്നല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിലെങ്കിലും അവർ പാസ്സാക്കുവാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ കുട്ടികളോട് പറയുന്ന എല്ലാ മെത്തേഡ്സും ആണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റീഡിങ്ങും ലിസണിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. അതിനായി നിങ്ങൾക്ക് ഞാനൊരു സ്റ്റഡി പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ആ സ്റ്റഡി പ്ലാൻ എന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ആദ്യമേ തന്നെ എന്നാണ് എക്സാം എഴുതേണ്ടത് എന്ന് ഒന്ന് പ്ലാൻ ചെയ്യുക. എവിടെയെങ്കിലും പഠിക്കുവാൻ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ ആ പഠിക്കുന്ന അന്നു മുതൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, ഇപ്പോൾ ഓൾറെഡി ചേർന്നു, ഇപ്പോൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ ഡേറ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതി റെഡിയാക്കിയാൽ മതി. ഒന്നുകൊണ്ടോ വിഷമിക്കാനില്ല. 10 ദിവസം ചെയ്താലും ഇതിന് റിസൾട്ട് ഉറപ്പാണ്. മിനിമം 30 ഡേയ്സ് എങ്കിലും ചെയ്യുക. അത്ര ഇല്ലാത്ത കുട്ടികൾക്കാണ് ഞാൻ 10 ഡേയ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി വരുന്ന ഈ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം തന്നെ ഇത് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ സ്റ്റഡി പ്ലാൻ പറയുന്നതിന് മുൻപ് നിങ്ങൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഒന്ന് കണ്ടിരിക്കുവാൻ ശ്രമിക്കുക. കാരണം അതിൽ എല്ലാം ഒരുപാട് ടിപ്സുകൾ, നിങ്ങൾക്ക് സ്കോർ കൂട്ടുവാനായിട്ട് ഇംപ്രൂവ്മെന്റ് വരുവാനായിട്ടുള്ള ടിപ്സുകൾ അതിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ TILA OET ഹെഡിലെ വീഡിയോസ് ഒക്കെ പോയി കണ്ട് അതിലെ ടിപ്സുകളൊക്കെ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചതിന് ശേഷം ആ ടിപ്സുകൾ നിങ്ങൾ റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് വായിച്ചതിന് ശേഷം നിങ്ങൾ ആ മൊഡ്യൂൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡേ ബൈ ഡേ സ്കോർ കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇട്ടിരിക്കുന്ന സിനോണിംസ്, റീഡിങ്ങിനും ലിസണിങ്ങിനും ഒരുപാട് സിനോണിംസ് ഇട്ടിട്ടുണ്ട്. ആ സിനോണിംസ് എല്ലാം തന്നെ നിങ്ങൾ കാണാതെ പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പല കുട്ടികൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്, കാണാതെ പഠിച്ചിട്ട് മറന്നു പോകുന്നു, ഞാൻ ഇന്നലെ ഇരുന്ന് മുഴുവൻ നേരവും പഠിച്ചതാണ്. അങ്ങനെ ഒരുപാട് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട. ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ഒരു 10ഓ 15ഓ വാക്കുകൾ പഠിക്കുക, അത് എഴുതുകയും കൂടെ ചെയ്യുക. ഒരു തവണ എഴുതുന്നത് 10 തവണ വായിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മളൊരു 10 തവണ വീതം എഴുതിയാലോ 100 തവണ വായിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ നിങ്ങളൊരു 10 തവണ എഴുതി പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ സ്കോർ മാറ്റം വരുത്തും എന്ന് ഗ്യാരണ്ടി. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ടിപ്സുകളും ലിസണിങ്ങിനും റീഡിങ്ങിനും അപ്ലൈ ചെയ്യുക. കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇതിന് മാത്രം ടിപ്സുകളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങളതൊന്ന് പോയി കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി നിങ്ങൾ ടൈം ടേബിൾ എഴുതാൻ റെഡിയായി കഴിഞ്ഞു എന്ന് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ എഴുതാനുള്ള പേപ്പർ, ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. ഒരു സ്കെയിലും ഒരു പെൻസിലും 2 കളർ പെന്നും എടുക്കുക. ഇതൊന്നുമില്ലെങ്കിൽ ഒരു കളർ പേനായാലും മതി. അപ്പോൾ ഈ A4 ഷീറ്റിൽ 5 കോളം വരയ്ക്കുക. ലെങ്ത് വൈസ് 5 കോളം വരയ്ക്കുക. പിന്നെ നിങ്ങൾ എത്ര ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ക്രോസ് ആയിട്ട് അത്രയും കോളവും ഉണ്ടാക്കുക. ആ കോളത്തിന് മിനിമം ഒരു 5 സെന്റിമീറ്റർ വിഡ്ത് വേണം, വീതി. അതായത് 5 സെന്റിമീറ്റർ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ എഴുതാനുണ്ട്. 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിങ്ങളൊരു കോളം വരയ്ക്കുക. എന്നിട്ട് എക്സാമ്പിൾ 1-ാം തീയതിയാണ് നമ്മളൊരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളാണ് ഈ ഫസ്റ്റ് കോളത്തിൽ താഴേക്ക് എഴുതേണ്ടത്. അതിന്റെ ഫസ്റ്റ് ഡേറ്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ
1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഡേറ്റ് എഴുതുക. അതായത് 1, ഇതിപ്പോൾ ജൂണാണ്, അപ്പം 1/6/2023, അങ്ങനെ താഴേക്ക് 2/6/2023, അങ്ങനെ താഴേക്ക് 30 വരെ എഴുതിയിടുക. പിന്നെ തൊട്ടിപ്പുറത്ത് ഏറ്റവും മേളിൽ ഡേറ്റ് എഴുതിയ സ്ഥലത്ത് തന്നെ ഡേറ്റ് എന്ന് എഴുതിയ തൊട്ടിപ്പുറത്തെ കോളത്തിൽ റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇങ്ങനെ 4 മൊഡ്യൂളും നിങ്ങൾ എഴുതുക. മനസ്സിലായില്ലേ? അപ്പോൾ ഡേറ്റ്, റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. താഴേക്ക് ഡേറ്റ് ഓൾറെഡി എഴുതി കഴിഞ്ഞു. പിന്നെ നമ്മൾ ക്രോസ് ചെയ്തേക്കുന്നതിൻ്റെ 1-ാം ഡേറ്റിൽ ആ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും താഴെ ABC എന്നുകൂടെ എഴുതുക. എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പാർട്ട് എക്ക് കിട്ടിയ മാർക്ക് എഴുതാനും, പാർട്ട് ബിക്ക് കിട്ടിയ മാർക്ക് എഴുതാനും, പാർട്ട് സിക്ക് കിട്ടിയ മാർക്ക് എഴുതാനുമാണ് അവിടെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ തന്നെ കുറച്ച് സ്പേസ് ഉണ്ടാകുമല്ലോ, അവിടെ നിങ്ങൾ ഓരോ ദിവസവും റീഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാർട്ട് എയിൽ എന്താ സംഭവിച്ചേ, പാർട്ട് ബിയിൽ എന്താ സംഭവിച്ചേ, പാർട്ട് സിയിൽ എന്താ സംഭവിച്ചേ എന്ന് ചെറിയതായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവിടെ എഴുതുക. അല്ലെങ്കിൽ ഒരു കോളം കൂടെ റൈറ്റ് സൈഡിൽ വരച്ചോ അല്ലെങ്കിൽ ഏറ്റവും താഴെയോ നിങ്ങളൊരു ഫീഡ്ബാക്ക് ഇട്ടാൽ മതി. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് 1-ാം തീയതി റീഡിങ് പാർട്ടേ ചെയ്തപ്പോൾ 20-ൽ നിങ്ങൾക്ക് ഒരു 10 കിട്ടുകയുള്ളൂ, ബാക്കി 10 എന്തുകൊണ്ട് തെറ്റി? ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആവാം, അല്ലെങ്കിൽ കീവേഡ്സ് മനസ്സിലായില്ല, സിനോണിംസ് മനസ്സിലായില്ല, അല്ലെങ്കിൽ സ്പീഡ്, ടൈം മാനേജ്മെന്റ് ശരിയായില്ല. ഇങ്ങനെയുള്ള റീസൺസ് നിങ്ങൾക്ക് അവിടെ എഴുതാം. എക്കും ബിക്കും സിക്കും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. അതുപോലെ തന്നെ ലിസണിങ്ങിനും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. റൈറ്റിങ്ങിന് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനർ എന്താണോ നിങ്ങൾക്ക് കറക്ഷൻ തന്നത്, ചിലപ്പോൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ്, പഞ്ച്വേഷൻ മിസ്റ്റേക്ക്, ജെൻഡർ ചേഞ്ച്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓർ ലേഔട്ട് മിസ്റ്റേക്സ്, എന്താണോ നിങ്ങൾക്ക് കറക്ഷൻ പറഞ്ഞത്, അല്ലെ സെന്റൻസ് സ്ട്രക്ചർ തെറ്റിച്ചു, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ്, എന്താണോ അവിടെ നമ്മൾക്ക് ഓരോ ദിവസവും കിട്ടുന്ന കറക്ഷൻ, അത് നമ്മൾ 1, 2, 3 എന്നുള്ള ഡേ അനുസരിച്ച് താഴേക്ക് ഇതുപോലെ എഴുതി വെക്കണം. സ്പീക്കിങ്ങിനും നിങ്ങൾ കോമൺ ആയിട്ട് വരുത്തിയ മിസ്റ്റേക്സ്, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ശരിയായില്ല, IPR ഇല്ലായിരുന്നു, നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിരുന്നു, അല്ലെങ്കിൽ മർമറിങ് സൗണ്ടോ അല്ലെങ്കിൽ ഹെസിറ്റേഷൻസോ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന കറക്ഷൻ ആ സൈഡിൽ എഴുതി വയ്ക്കുക. അപ്പോൾ 1-ാം തീയതിയിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇതുപോലെ തന്നെ 1 മുതൽ 30 വരെ നിങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരു 30 ദിവസം ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സാമിന് പോയാൽ ഉറപ്പായും നിങ്ങൾക്ക് 4 മൊഡ്യൂളിനും B സ്കോർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ അറിയില്ല എന്ന് കുറെ കുട്ടികൾ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ എന്ന് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പല പ്രാവശ്യം വെർബലി അല്ലെ വോയിസ് മെസ്സേജ് അയച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ സ്റ്റിൽ ചോദിച്ചു ഒരു വീഡിയോ ചെയ്യാമോ. ഓൾറെഡി ഞാൻ ഒരു തവണ വീഡിയോ ചെയ്തതാണ്, അത് പോയി കാണാൻ പറഞ്ഞിട്ട് അവർക്ക് അത്രയും പുറകിലേക്ക് പോകാൻ ഒരു 2 വർഷം മുന്നെയാണ് ഞാനത് ചെയ്തത്. അപ്പൊ അത്രയും പുറകിലേക്ക് പോയി അവർക്കത് നോക്കി കണ്ടുപിടിച്ചെടുക്കാനായിട്ടുള്ളൊരു ക്ഷമയോ ഒരു സന്നദ്ധ മനസ്സോ കണ്ടില്ല. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ചെയ്യാം എന്ന് ഞാനും വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്കത് പ്രയോജനപ്പെടട്ടെ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് റീഡിങ്ങിന്റെ, ലിസണിങ്ങിന്റെയും, റൈറ്റിങ്ങിന്റെയും, സ്പീക്കിങ്ങിന്റെയും സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഇതിലെല്ലാം ഉപരി ഈ സ്കോർ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഇത് എപ്പോൾ ചെയ്യണം എന്നും കൂടെ ഇല്ലേ, അതും ഈ സ്റ്റഡി പ്ലാനിൽ വരുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഏർലി മോർണിംഗ് 5 മണിക്ക് എന്തായാലും എല്ലാ OET സ്റ്റുഡൻസും പഠിക്കാൻ എഴുന്നേറ്റിരിക്കണം. ഒരു 5 o'clock ഇരിക്കുക. 5 o'clock തൊട്ട് ഫസ്റ്റ് നമ്മൾ റീഡിങ് ചെയ്യണം, ദെൻ ലിസണിങ് ചെയ്യണം, അല്ലെങ്കിൽ ലിസണിങ് ഓർ റീഡിങ് എനി 1 മൊഡ്യൂൾ ഫസ്റ്റ്. അത് നിങ്ങൾ ചെയ്യുക. അതിന്റെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർട്ട് എ നമ്മൾ 10 മിനിറ്റ് കൊണ്ട്, പാർട്ട് ബി ആൻഡ് സി 35 മിനിറ്റ്സ്, ടോട്ടൽ 45 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്ത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാത്തവർ എൻ്റെ ക്ലാസ്സിൽ കയറുമ്പോൾ 10 ദിവസം കൊണ്ട് അത് പ്രാക്ടീസ്ഡ് ആണ്. അത് ചലഞ്ച് ചെയ്ത് ഞാൻ പറയുക. 10 ദിവസം കൊണ്ട് നിങ്ങൾ 10 മിനിറ്റിൽ പാർട്ട് എയും 35 മിനിറ്റ്സിൽ പാർട്ട് ബി ആൻഡ് സിയും ചെയ്തിരിക്കും. അങ്ങനെ ചെയ്യിപ്പിക്കും. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും എൻ്റെ ക്ലാസ്സിൽ വരുന്ന 5 കുട്ടികൾക്കായിരിക്കും ട്രെയിനിങ് കൊടുക്കുക. അവർ ഓരോ മാസം വരുന്ന കുട്ടികളെല്ലാം തന്നെ അത് ക്രാക്ക് ചെയ്ത് പോകാറുമുണ്ട്. നമ്മൾ എക്സാം കഴിഞ്ഞ മാസവും നമ്മൾക്ക് എക്സാമിന് 100% റിസൾട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾക്ക്
ധൈര്യപൂർവ്വം ഇത് വീണ്ടും അപ്ലൈ ചെയ്യാനും പിള്ളേരോട് ഇംപ്ലിമെന്റ് ചെയ്യാനും റെക്കമെൻഡ് ചെയ്യാൻ ധൈര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ടൈം 5 മണിക്ക് കഴിഞ്ഞിട്ട് റീഡിങ്ങും ലിസണിങ്ങും ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നിങ്ങൾ ഈ എക്സാമിന് ഡേറ്റ് എടുത്ത കുട്ടികൾ ഉടൻ തന്നെ ഒരു റൈറ്റിംഗ് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. പിന്നെ ഒരു സ്പീക്കിംഗ് തനിയെ നമുക്കൊരു കമ്പൈൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പേഷ്യൻ്റ് ആകാൻ ഒരാളില്ല എന്നോർത്തൊന്നും വിഷമിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മിററിൽ പോയോ നിങ്ങളുടെ വോളിൽ നോക്കിയോ നിങ്ങൾ പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നത് പോലെ ഒരു സ്പീക്കിംഗ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അതിരുന്ന് ലിസൺ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഒരു പക്ഷേ അങ്ങനെ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ തന്നെ നമ്മുടെ ഒരു ഗുഡ് മോട്ടിവേറ്റർ ആകാനും ശ്രമിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു അല്ലെങ്കിൽ ഒരു നല്ല സ്കോർ കിട്ടി, നമ്മൾ തന്നെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം. വെൽ ഡൺ, ഗുഡ്. നമ്മളോട് തന്നെ പറയുന്നതിന് ഒരു പിശുക്ക് കാണിക്കുവാൻ ശ്രമിക്കരുത്. നമ്മൾ നല്ല രീതിയിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മളോട് തന്നെ സംസാരിക്കുകയും ചെയ്താൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ യഥാർത്ഥ രൂപം പുറത്തു വരും. അതായത് ക്രൂവൽ രൂപമല്ല, നല്ല രൂപം, നല്ല ബുദ്ധി, നല്ല കഴിവ്, നല്ല ഭാവി എല്ലാം പുറത്തു വരും. നമുക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരെക്കാൾ നന്നായി ജീവിക്കുവാനായിട്ടും സാധിക്കും. ഇതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് വിജയിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ദയവായി നിങ്ങളും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യേണ്ട ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയും ഈ 30 ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇനി ആർക്കെങ്കിലും കോഴ്സിന് ചേരണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണ്. ഓൺലൈനിൽ നിങ്ങൾക്ക് 5 കുട്ടികളെ ഒരു ബാച്ചുള്ളൂ. 1-ാം തീയതി 15-ാം തീയതി മാസത്തിൽ 2 ബാച്ച് എടുക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് പഠിപ്പിക്കാവുന്നത്ര സ്റ്റുഡൻസിനെയാണ് ഞാൻ എടുക്കാറ്. നമ്മൾക്കൊരു കോമ്പറ്റീഷനോ ബിസിനസ്സോ ഒന്നും ഇല്ല. അപ്പോൾ അത്രയ്ക്കും നല്ല സ്ട്രിക്റ്റ് ക്ലാസ് ആയിരിക്കും. ഇമ്പോസിഷനും നമ്മൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള റീറൈറ്റും കാര്യങ്ങളും ലിസണിങ് സിനോണിംസ് ടെസ്റ്റ്, ഡെയിലി സിനോണിംസ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത്. ക്ലാസ്സിൻ്റെ മെത്തേഡ് എൻ്റർലി ഡിഫറെൻ്റ് ദാൻ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതൊരിക്കലും ഞാനത് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് വന്ന് ജോയിൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഇതുവരെ അവർ ഇതുപോലെ ഒരു റീഡിംഗ് ലിസണിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സംശയമുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന് വിസിറ്റ് ചെയ്താൽ അവർക്കത് ബോധ്യമാവുകയും ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളത് ബുക്ക് ചെയ്യണം. നമ്മൾക്ക് പ്രത്യേകിച്ച് ഓഫറുകളോ പാക്കേജുകളോ അങ്ങനെ സ്പെഷ്യൽ പാക്കേജുകളോ ഒന്നുമില്ല. വന്ന് നേരത്തെ ബുക്ക് ചെയ്യുക. ഓഫ്ലൈൻ സ്റ്റുഡൻസിന് ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ലേഡീസ് ഹോസ്റ്റലാണുള്ളത്, ബോയ്സ് ഹോസ്റ്റലുണ്ട്. അത് എൻ്റെ അല്ല, ലേഡീസ് ഹോസ്റ്റൽ എൻ്റെയാണ്. അപ്പോൾ നമ്മൾക്ക് അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഫ്രീ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അത് പാസ്സാകുന്ന സ്റ്റുഡൻസിനെ എല്ലാം ഫ്രീ റിക്രൂട്ട്മെന്റ് അയർലൻഡോ യുകെയോ ന്യൂസിലൻഡോ മാൾട്ടയോ പോകണമെങ്കിലും UK സീനിയർ കെയർ ആയിട്ടും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. വിളിച്ചാൽ ഒരുപക്ഷെ ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് എടുക്കാൻ സാധിക്കുകയില്ല, ദയവായി ക്ഷമിക്കണം. അപ്പോൾ വിളിക്കുന്നതിലും എനിക്ക് സൗകര്യം നിങ്ങളൊരു വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഇൻ മൈ വാട്സാപ്പ് നമ്പർ. ഞാൻ അടുത്ത വീഡിയോയുമായി വേഗം വരുന്നതാണ്. ടിൽ ദെൻ ബൈ.